കോഴിക്കോടിന്റെ വികസന പാതയിൽ പുതിയ നാഴികക്കല്ലാകുന്ന ന്യൂ സെൻട്രൽ മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നു. പദ്ധതി ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനായി നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം കൂടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ മാർക്കറ്റ് എന്നതായാണ് വലിയങ്ങാടിയെ മാറ്റുന്നത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മത്സ്യ മാർക്കറ്റ് എന്നതാണ് സർക്കാർ ലക്ഷ്യം. 55.17 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. PMSSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൂടിയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. 1,23,274 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുക. പദ്ധതി ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം കൂടിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് സജി ചെറിയാൻ പറഞ്ഞു. 20,000 വീടാണ് പണിത് കൊടുത്തത്. 20,000 വീട്, 6,350 ഫ്ളാറ്റുകൾ പിണറായി പണിത് കൊടുത്തു. 400 ഫ്ളാറ്റാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബാങ്കോട് കൊടുത്തത്. വലിയ തുക തിരുവനന്തപുരത്ത്. ഇപ്പോ കോഴിക്കോട് ഫ്ളാറ്റ് പണിയുന്നുണ്ട്. തീരാറായ ഫ്ളാറ്റ് എടുക്കാൻ ആളില്ല ടൗണിനകത്താ. കാരണം മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പുനരധിവസിപ്പിച്ചു. ഒരു മത്സ്യത്തൊഴിലാളി പോലും കേരളത്തിൽ റോഡിലോ പറമ്പത്തോ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോണുള്ള കിടക്കുന്നില്ല. എല്ലാവർക്കും പറഞ്ഞു. മത്സ്യവില്പനയ്ക്ക് ഒപ്പം ഫുഡ് റെസ്റ്റോറന്റും തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും രാത്രിയിൽ കഴിയുന്നതിനുള്ള ഡോർമെറ്ററിയും ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളാണ് ന്യൂ സെൻട്രൽ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.